ഹായ് ഓൾ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡക്ഷൻ ഫോർമുലയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിഡക്ഷൻ ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻറ്റഗ്രേഷൻ ടെക്നിക്സ് തന്നെയാണ്, വൺ ഓഫ് ദ ഇൻറ്റഗ്രേഷൻ ടെക്നിക്സ് തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻറ്റഗ്രൽ തരുവാണെങ്കിൽ അതിനെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം ഒരു സിമ്പിൾ ഇൻറ്റഗ്രൽ യൂസ് ചെയ്ത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ഇൻറ്റഗ്രലിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉള്ള ഈ ഒരു ഇൻറ്റഗ്രേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റഗ്രേഷൻ ടെക്നിക്സാണ് റിഡക്ഷൻ ഫോർമുലയെന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻറ്റഗ്രലിനെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ഒരു സിമ്പിൾ ഇൻറ്റഗ്രൽ യൂസ് ചെയ്ത് നമ്മളെങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഇൻറ്റഗ്രേഷൻ ടെക്നിക്കാണ് റിഡക്ഷൻ ഫോർമുല. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും റിഡക്ഷൻ ഫോർമുല എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കേ, യൂസിങ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഫൈൻഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ IN ആൻഡ് IN-1 വെർ IN is equal to integral 0 to 1 minus x cube raised to n dx and n is any positive integer. Hence evaluate I2 is equal to integral 0 to 1 minus x cube whole square dx. നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചിട്ട് IN-ഉം IN-1 തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തണം. ക്വസ്റ്റ്യൻ IN എന്താണെന്ന് തന്നിട്ടുണ്ട്. IN എന്താണ്? ഇൻറ്റഗ്രൽ 0 to 1 minus x cube whole raised to n dx. n എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. എന്ന് വെച്ചാൽ അതിന് 1, 2, 3 അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ഇവാലുവേറ്റ് ചെയ്യണം? I2 കൂടെ ഇവാലുവേറ്റ് ചെയ്യണം, അല്ലേ? IN ഇൻറ്റഗ്രൽ 0 to 1 minus x cube whole raised to n dx ആണെങ്കിൽ I2 എന്താ? n സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി. അപ്പോൾ I2 എന്ത് വരും? ഇൻറ്റഗ്രൽ 0 to 1 minus x cube whole square dx. അപ്പോൾ അതും കൂടെ ഇവാലുവേറ്റ് ചെയ്യണം. ആദ്യം നമ്മളെ ജോലി IN-ഉം IN-1 തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അടുത്ത നമ്മളെ ജോലി I2 കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം IN-ഉം IN-1 തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഒരു റിലേഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് ആദ്യം IN അങ്ങോട്ട് എടുത്തെഴുതുക. IN എന്താ? ഇൻറ്റഗ്രൽ 0 to 1 minus x cube whole raised to n dx. അപ്പോൾ അതിനെ എനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമോ? 1 minus x cube whole raised to n-നെ എനിക്ക് 1 minus x cube into 1 minus x cube whole raised to n-1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാമോ? നോക്കി, a raised to n into b raised to a raised to n into a raised to m എന്താ? a raised to n plus m. അതുപോലെ 1 minus x ക്യൂബിൻ്റെ ഫസ്റ്റ് പവർ എന്താ? 1. അടുത്ത 1 minus x ക്യൂബിൻ്റെ പവർ n-1. അപ്പോൾ ബേസ് സെയിം ആയതുകൊണ്ട് പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 plus n-1 എന്ന് തന്നെ കിട്ടും. n തന്നെ കിട്ടത്തില്ലേ? ആ +1 -1 പോയി. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി ലോസ് ഓഫ് എക്സ്പൊണൻസി യൂസ് ചെയ്ത് 1 minus x cube whole raised to n-നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന്? 1 minus x cube into 1 minus x cube whole raised to n-1 dx എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്തു എന്നറിയാമോ? ഈ 1 minus x cube whole raised to n-1-നെ 1 minus x ക്യൂബിന് അകത്തോട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുവാണ്, അകത്തോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ആദ്യം നമ്മൾ 1-നെ 1 minus x cube whole raised to n-1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആയോ? അതായത് ഈ 1 minus x ക്യൂബിനെ അകത്തോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം 1-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ x ക്യൂബിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മനസ്സിലായോ? അതാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഇൻബിറ്റ്വീനായിട്ട് വരുന്ന ഓപ്പറേഷനാണ് സബ്ട്രാക്ഷൻ. അപ്പോൾ അതും കൂടി ചെയ്യണം. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോവുകയാണ്. സോ 1 minus x cube whole raised to n-1-നെ ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 1 into 1 minus x cube whole raised to n-1 എന്താ? 1 minus x cube whole raised to n-1. ഇനി ആരെയും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മൈനസ് എക്സ് ക്യൂബിനെയും കൂടെ കൊണ്ട് 1 minus x cube whole raised to n-1-നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 minus x cube whole raised to n-1 dx എന്ന് പറഞ്ഞ് കിട്ടും. കിട്ടിയോ? അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എന്ത് കിട്ടും നമുക്ക്? 1 minus x cube whole raised to n-1 dx മൈനസ്, എന്നിട്ട് എന്ത് ചെയ്യും? ഇൻറ്റഗ്രേഷൻ അകത്തോട്ട് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ടേമിന് കൊടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ 0 to 1 minus x cube whole raised to n-1 dx മൈനസ് രണ്ടാമത്തെ ടേമിന് കൊടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ 0 to 1 x cube into 1 minus x cube whole raised to n-1 dx. മനസ്സിലായോ? ഇനി നോക്കണേ, ഇതിൽ ഫസ്റ്റ് ടേം എന്താ? ഇൻറ്റഗ്രൽ 0 to 1 എന്താണ്? 1 minus x cube whole raised to n-1 dx. ഇനി വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് നോക്കേ, എന്തായിരുന്നു? IN എന്തായിരുന്നു? ഇൻറ്റഗ്രൽ 0 to 1 minus x cube whole raised to n dx അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇൻറ്റഗ്രൽ 0 to 1 minus x cube whole raised to n-1 dx എന്താ? IN ആണെങ്കിൽ ഇങ്ങനെ ഇൻറ്റഗ്രേഷൻ വന്നിട്ട് 1 minus x ക്യൂബിൻ്റെ പവർ n വരും. അപ്പോൾ 1 minus x ക്യൂബിൻ്റെ പവർ n-1 വരുവാണെങ്കിൽ അതെന്തായിരിക്കും? IN-1 അല്ലേ?
ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഐ എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ ഡി എക്സ്. അല്ലെങ്കിൽ ഐ എൻ മൈനസ് 1 എന്ത് കിട്ടും നിങ്ങൾക്ക്? ഇൻ്റഗ്രൽ 0 to 1 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ്. അപ്പോൾ ഈ തൊട്ട് മുന്നേ എഴുതിയ ഐ എനിൽ ഫസ്റ്റ് ടൈം എന്താവും? ഐ എൻ മൈനസ് 1 ആവും. ദാറ്റ് ഈസ് ഐ എൻ ഇസ് ഈക്വൽ ടു ഐ എൻ മൈനസ് 1 മൈനസ് സെക്കൻഡ് ടൈം എന്താ? ഇൻ്റഗ്രൽ 0 to 1 എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ്. ക്ലിയർ ആയോ? അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ അതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? ഇക്വേഷൻ 1 എന്ന് ഞാൻ വിളിച്ചു. വേറെ ഒന്നുമില്ല, ഈ ഒരു ഇക്വേഷൻ 1 എന്ന് ഞാൻ വിളിച്ചു. ഇനി ഈ ഒരു ഇക്വേഷൻ 1-ൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടുന്ന ഒരു ഇൻ്റഗ്രൽ ആദ്യം മാത്രമാണ്, ഇൻ്റഗ്രൽ 0 to 1. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഇൻ്റഗ്രൽ, ഈ രണ്ടാമത്തെ ഇൻ്റഗ്രലാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടുന്ന ഒരേ ഒരു ഇൻ്റഗ്രൽ ഇല്ലേ? ഫസ്റ്റ് ടൈം ഐ എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ടൈം എനിക്ക് കണ്ടുപിടിക്കണം. അത് ഞാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അറിയാമല്ലോ. അതുകൊണ്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോർമുല ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ? യു വി മൈനസ് ഇൻ്റഗ്രൽ ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു വി ഡി എക്സ്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വി എന്ന് പറയുന്ന ഫംഗ്ഷന് ഡെറിവേറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അതായിരുന്നു പഠിച്ചത്. എന്നിട്ട് നമുക്ക് യു വി മൈനസ് ഇൻ്റഗ്രൽ ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു വി ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം യു ആരായിട്ട് എടുക്കുന്നു? ആദ്യം നമുക്ക് ഈ രണ്ടാമത് കിടക്കുന്ന ടൈം 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഏത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ്. ആദ്യം നമ്മൾ ഈ 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ വി എന്ന് പറയുന്നൊരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഈ വി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഇതൊക്കെ ഇൻ്റഗ്രേഷൻ ടെക്നിക്സിൽ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മനസ്സിലാവാത്തവർ അവിടെ നോക്കണം. ഓക്കെ, അപ്പം ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 എടുത്താണെങ്കിൽ വി കണ്ടുപിടിക്കണം. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിരിക്കുന്നതാണ് ഈ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ അങ്ങോട്ട് കണ്ടുപിടിക്കണം. എന്താ? വാട്ട് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 എന്താ? 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 എന്താ? എന്ത് കിട്ടും നിങ്ങൾക്ക്? എ റേസ് ടു, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എൻ, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? 1 മൈനസ് എക്സ് ക്യൂബ് ആണുള്ളത് ഇല്ലേ? അത് റേസ് ടു എൻ മൈനസ് 1 ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എൻ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 മൈനസ് 1 അല്ലേ? റേസ് ടു എൻ ആണെങ്കിൽ എൻ മൈനസ് 1, ഇവിടെ എൻ മൈനസ് 1 ആയതുകൊണ്ട് എൻ മൈനസ് 1 മൈനസ് 1. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണോ കിടക്കുന്നതല്ല, 1 മൈനസ് എക്സ് ക്യൂബ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ 1 മൈനസ് എക്സ് ക്യൂബിനെയും കൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. 1നെ വിത്ത് റെസ്പെക്ട് ടു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0, മൈനസ് എക്സ് ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 3x². അങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഒരുമിച്ചെടുത്ത് എഴുതി നോക്കാം. അതായത് ഇതിനകത്ത് കോൺസ്റ്റൻസ് ആരൊക്കെയാണ്? 3യും മൈനസ് 3 എൻ മൈനസ് 1 ആണ്. അപ്പോൾ നമ്മൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? മൈനസ് 3 എൻ മൈനസ് 1 ഇൻറ്റു x² ഇൻറ്റു 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 2 എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? അപ്പം നമുക്ക് അതായത് ഈ കോൺസ്റ്റൻസ് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റൻസിനെ ഈ പുറത്തോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മുന്നേ ഉള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കണം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 ചെയ്തപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 3 ഇൻറ്റു എൻ മൈനസ് 1 വരുമ്പോൾ എന്ത് വരും നിങ്ങൾക്ക്? x² ഇൻറ്റു 1 മൈനസ് എക്സ് ക്യൂബ് റേസ് ടു എൻ മൈനസ് 2 എന്ന് പറഞ്ഞ് വരും. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പം നോക്ക് മക്കളെ, ഞാനിവിടെ ഫസ്റ്റ് ടൈം യു ഈക്വൽ ടു എക്സ് ക്യൂബ് ഒന്നും എടുക്കാൻ പറഞ്ഞില്ല. സെക്കൻഡ് ടൈം 1 മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു എൻ, സെക്കൻഡ് ടൈം തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ടൈമിനെ ഞാൻ അസൈൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ, ഫസ്റ്റ് ടൈമിനെ ഞാൻ അസൈൻ ചെയ്തിട്ടില്ല. സെക്കൻഡ് ടൈം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ദാണ്ട് ഇവിടം വരെ ഞാൻ വന്ന് നിൽക്കുവാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഡി ബൈ ഡി എക്സ് ഓഫ് 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 ആയപ്പോൾ ഇവിടെ പവർ എൻ മൈനസ് 2. ആക്ച്വലി നമുക്ക് എന്തായിരുന്നു പവർ വരണം? ഡെറിവേറ്റീവിൻ്റെ പവർ എന്ത് വരണം? എൻ മൈനസ് 1 വരണം. ഡെറിവേറ്റീവിൻ്റെ പവർ എന്ത് വരണം? നമുക്ക് എന്ത് വരണം? എൻ മൈനസ് 1 വരണം. അതായത് ഡെറിവേറ്റീവിൻ്റെ പവർ എൻ മൈനസ് 1. നമുക്ക് ഇവിടെ ഒരു ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് സൈഡ്, അവിടെ പവർ എൻ മൈനസ് 2 വന്നപ്പോൾ അകത്ത് വരുന്ന ഫംഗ്ഷൻ്റെ പവർ എന്താ? എൻ മൈനസ് 1. അപ്പോൾ ഡെറിവേറ്റീവ് എൻ മൈനസ് 1 ആവണമെങ്കിൽ
അകത്ത് വരുന്ന ഫംഗ്ഷൻ്റെ n-2 ആവണമെങ്കിൽ അകത്ത് വരുന്ന ഫംഗ്ഷൻ്റെ പവർ ഈ n-2നേക്കാളും കുറയണം. n-2നേക്കാളും 1 കുറയുമ്പോഴാണല്ലോ n-1 വരുന്നത്. അപ്പം പവർ n-1 ആവുമ്പോൾ എന്ത് ചെയ്യണം? n-1നേക്കാളും 1 കുറയണം. അപ്പം എന്ത് വരും? നിങ്ങൾക്ക് n വരും. മനസ്സിലായോ? കുറയുമല്ല, കൂടുകയാണ് ചെയ്യുന്നത്. സോറി. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ കോൺസ്റ്റൻസ് ഇപ്പോൾ എടുത്തപ്പോൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഇത്രയും വരെ ക്ലിയർ ആയല്ലോ. ഇനി പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് കിട്ടി d/dx ഓഫ് എന്തെന്ന് കിട്ടി? നമുക്ക് 1 - x³ ഹോൾ റേസ് ടു n-1 ബൈ -3 × n-1 is equal to x² × 1 - x³ ഹോൾ റേസ് ടു n-2 അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ പവർ n-2 ആയപ്പോൾ ഇവിടെ പവർ n-1, അതായത് n-2നേക്കാളും 1 കൂടുതൽ. n-2 + 1 എന്താ മക്കളെ? n-2 + 1 -2 + 1 -1, അതായത് n-1, അതായത് n-2നേക്കാളും ഒരാൾ തൊട്ട് മുകളിലുള്ള ആൾ വന്നു, അതായത് n-1 വന്നു ഇല്ലേ? പവർ n-2 ആണെങ്കിൽ n-1. ആക്ച്വലി നമ്മൾ ജോലി എന്താ? ഈ ഡെറിവേറ്റീവിൻ്റെ പവർ n-1 ആവുകയാണെങ്കിൽ v ആരാണ്? അതാണ് നമ്മളുടെ ചോദ്യം. അപ്പം ഇവിടുന്ന് നമുക്ക് ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ കിട്ടും. ഇവിടുന്ന് നമുക്ക് ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ കിട്ടും. പവർ n-2 ആയപ്പം ഫംഗ്ഷൻ ആരാ? n-1 ആയി. ഫംഗ്ഷൻ്റെ പവർ n-1. അപ്പോൾ പവർ n-1 ആവുകയാണെങ്കിൽ ഫംഗ്ഷൻ്റെ പവർ എന്ത് വരും? അതിനേക്കാളും 1 കൂടുതൽ. n-1 + 1 എന്ത് വരും? n വരും. അപ്പം അങ്ങനെ നമുക്ക് കിട്ടും എന്താ? d/dx ഓഫ് 1 - x³ ഹോൾ റേസ് ടു n ബൈ -3 × n is equal to എന്ന് കിട്ടും നമുക്ക് x² × 1 - x³ ഹോൾ റേസ് ടു n-1 എന്ന് പറഞ്ഞ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളുടെ v ആരാണ് മക്കളെ? നമ്മളുടെ dv/dx ആരാണ്? ഇതാണ് നമ്മളുടെ dv/dx. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ u അസൈൻ ചെയ്യണം. u അസൈൻ ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ഇൻ്റഗ്രൽ എടുക്കുന്നു. നമ്മൾ ഇൻ്റഗ്രൽ എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 to 1 x³ × 1 - x³ ഹോൾ റേസ് ടു n-1 dx. ഈ x³ എനിക്ക് x × x² എന്ന് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to 1 x × x² × 1 - x³ ഹോൾ റേസ് ടു n-1 dx. ഇനി തൊട്ട് മുകളിലോട്ട് നോക്കി, നമുക്ക് ഏത് ഫോമിൽ വരണം? നമുക്ക് u × dv/dx ഫോമിൽ വരണം. നമ്മളെ dv/dx ആണ് ആര്? x² × 1 - x³ ഹോൾ റേസ് ടു n-1 ഇല്ലേ? അപ്പോൾ അതായത് ഇത്രയും ആൾ ആരായി? നമ്മളെ dv/dx. അപ്പോൾ ഈ x ആരായി? നമ്മളെ u. അപ്പോൾ നമുക്ക് ഇനി സെറ്റ് ചെയ്യാം. u x എന്നും dv/dx നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. എന്താ? x² × 1 - x³ ഹോൾ റേസ് ടു n-1. ക്ലിയർ ആയോ? v ആരാ? v ഇതിനകത്ത് കിടക്കുന്ന ആൾ ആരാ? v 1 - x³ ഹോൾ റേസ് ടു n ബൈ -3n. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ജസ്റ്റ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേട്ട് നോക്കണം മനസ്സിലായില്ലെങ്കിൽ. ഇനി നമ്മളുടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോമുല ആദ്യം അങ്ങോട്ട് എഴുതുക. ഇൻ്റഗ്രൽ u × dv/dx is equal to uv - ഇൻ്റഗ്രൽ du/dx × v dx ആണല്ലോ. u ആരായിരുന്നു? x. dv/dx ആരായിരുന്നു? x² × 1 - x³ ഹോൾ റേസ് ടു n-1 dx. അങ്ങനെയാണെങ്കിൽ uv ആര് വരും? u × v ആര് വരും? u ആരാ? x × v ആരാ? v ഇവിടെ എഴുതിയിട്ടുണ്ട്. v എന്താ? 1 - x³ ഹോൾ റേസ് ടു n ബൈ -3n. ഇവിടെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് ഫ്രം 0 to 1. ഇവിടെ ഈ ഒരു ഇൻ്റഗ്രലിന് ലിമിറ്റ് ഇല്ല. ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലായി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻ്റഗ്രലിന് ലിമിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ആ u v കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന് ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് ഫ്രം 0 to 1 മൈനസ് ഇൻ്റഗ്രൽ 0 to 1 എന്ത് കണ്ടുപിടിക്കണം? du/dx. u ആരായിരുന്നു? x. അപ്പം d/dx ഓഫ് x എന്താ? d/dx ഓഫ് x ഇൻറ്റു എന്താ? v ആരാ? 1 - x³ ഹോൾ റേസ് ടു n ബൈ -3n dx. ക്ലിയർ ആയോ? ഇനി ഇവിടെ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ്. അപ്പോൾ ഇവിടെ എക്സിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്. എക്സിന് ഇവിടെ 1 × 1 മൈനസ് 1³ 1³ 1 ആണ്. അപ്പോൾ 1 - 1 0. അപ്പം ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം ഈ മൊത്തത്തിലുള്ള ടൈമും 0 ആവും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 × അതും 0 ആയി പോകും. അപ്പോൾ 0 - 0 മൈനസ് ഇൻ്റഗ്രൽ 0 to 1. ഇവിടെ നോക്കിയ മക്കളെ d/dx ഓഫ് x എന്താ? 1 ഇൻറ്റു എന്താ? 1 - x³ ഹോൾ റേസ് ടു n ബൈ -3n dx. ഇനി മൈനസ് ഞാൻ പുറത്തോട്ട് കൊണ്ടുവരും. ഇവിടെ 0 ആണേ. അപ്പോൾ 0 മൈനസ് ഈ ഇൻ്റഗ്രൽ എന്ത് വരും? മൈനസ് ഈ ഇൻ്റഗ്രൽ വരും. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് നമ്മൾ പുറത്തെടുക്കണം. കോൺസ്റ്റൻറ്റ് ആരാ? ഡിനോമിനേറ്ററുള്ള 3n ആണ്, -3n ആണ്. അത് പുറത്തെടുക്കുമ്പോൾ
-1/3n. പുറത്തൊരു മൈനസ് ഉണ്ട്, ആ മൈനസും മൈനസും ചേർത്ത് പ്ലസ് ആയി. അപ്പം ബാക്കി എന്ത് വരും? നമുക്ക് ഇൻ്റഗ്രൽ 0 to 1 -x³ dx. അപ്പോൾ ഇനി വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാൽ മക്കളെ, ഇൻ്റഗ്രൽ 0 to 1 1 - x³ dx എന്താണ്? നിങ്ങളൊന്ന് നോക്കിയേ. എന്താ ഇൻ്റഗ്രൽ 0 to 1 1 - x³ എന്താ? in. അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാം, എന്ത് കൊടുക്കാം? 1/3n × in. അതായത് ഈ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, അതായത് നമ്മൾ ഈ ഒരു ഫോമുല എഴുതിയില്ലേ മക്കളെ? ഈ ഒരു ഫോമുലയിൽ ഈ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ വന്നത്. ഇപ്പം നമുക്ക് ആ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടി 1/3n × in എന്നും പറഞ്ഞ വാല്യൂ കിട്ടിയത്. അപ്പോൾ അത് ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ in is equal to in - 1 മൈനസ് ഇൻ്റഗ്രൽ 0 to 1 x³ × 1 - x³ n - 1 dx. ഇതെന്താണ് നമുക്കിതാ ഇവിടെ കിട്ടിയത്? ഇതെന്താണ് നമുക്ക് ഇവിടെ കിട്ടി? ഈ സെക്കൻഡ് ഇൻ്റഗ്രൽ എന്താണ് നമുക്ക് കിട്ടിയതാണ്? 1/3n × in. അതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ in is equal to in - 1 മൈനസ് 1/3n × in ആണല്ലോ. in ഉള്ള ആൾക്കാരെല്ലാം ഒരു സൈഡിലും in - 1 ഒരു സൈഡിലും. ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് in കിടപ്പുണ്ട്, റൈറ്റ് സൈഡിൽ ഒരു -1/3n in ഉണ്ട്. അതിപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് സമത്തിന് പുറം പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ in + 1/3n in -1 റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ നിർത്തി. ഓക്കെ, ഈ രണ്ടിടത്തും ആര് കോമൺ ആയിട്ടുണ്ട് മക്കളെ? ഈ രണ്ടിടത്തും ആര് കോമൺ ആയിട്ടുണ്ട്? in കോമൺ ആയിട്ടുണ്ട്, അത് പുറത്തെടുത്തു. അപ്പോൾ in × 1 + 1/3n = in - 1 ആണല്ലോ. ഇനി ഈ 3n കൊണ്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഈ 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1നെ എങ്ങനെ എഴുതാം? 1/1. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 3n എന്ത് വരും? 3n പ്ലസ് 1/, ഈ 1നെ 1/1. അപ്പോൾ ഡിനോമിനേറ്റർ എന്താ? 1 × 3n. അപ്പോൾ 3n എന്ന് കിട്ടും. ദാറ്റ് ഈസ് in × 3n + 1/3n which is equal to in - 1 ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് in നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? in × 3n + 1/3n. അതായത് 3n കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും അങ്ങനെ കിട്ടിയത്. in × 3n + 1/3n = in - 1. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് in എന്ത് വരും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന സംഭവം ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും അല്ലേ? അപ്പോൾ in is equal to എന്ത് കിട്ടും? in - 1 × എന്ത് വരും? അതായത് in - 1 ഡിവൈഡഡ് ബൈ 3n + 1/3n എന്നാണ് വരുന്നത്. ഇവിടെ ചെയ്യുമ്പോഴേ മക്കളെ, ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ in is equal to in - 1 ബൈ എന്ത് കിട്ടും? 3n + 1/3n എന്ന് പറഞ്ഞാൽ വരുന്നത് അല്ലേ? ഇപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ അല്ലേ, ഈ രണ്ടാമത് നടക്കുന്ന ഫ്രാക്ഷൻ ആയതുകൊണ്ട് അതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മുകളിൽ കിടക്കുന്ന നമ്പറിനെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന നമ്പറിൻ്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന നമ്പറിനെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പർ, അതായത് ഈ 3n + 1/3n അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും in - 1 × എന്തെന്ന് കിട്ടും നമുക്ക്? റെസിപ്രോക്കൽ മീൻസ് ഈ താഴെ കിടക്കുന്ന ആൾ തിരിച്ചിടണം. തിരിച്ചിടുമ്പോൾ 3n/3n + 1 എന്നും പറഞ്ഞ് വരും. ക്ലിയർ ആയോ? (3n/3n + 1) എന്നും പറഞ്ഞ് വരും. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന in is equal to in - 1 × 3n/3n + 1. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് n എന്താണെന്ന്, പോസിറ്റീവ് ആണെന്ന്. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻ തീർന്നോ? ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് എന്താ? in ഉം in - 1 തമ്മിലുള്ള റിലേഷൻ. അതായത് in ഉം in - 1 തമ്മിലുള്ള റിലേഷൻ എന്താ? in is equal to in - 1 × 3n/3n + 1. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? i2 കണ്ടുപിടിക്കണം ഇല്ലേ? i2 കണ്ടുപിടിക്കാം. in ഇതാണ്. i2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇക്വേഷനിൽ ഇതാണ് നമ്മളുടെ എന്ത്? in. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? i2 കണ്ടുപിടിക്കണം. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, നിങ്ങളത് വിട്. നിങ്ങൾ i2ലോട്ടൊന്ന് നോക്ക്. ഓക്കെ, i2ലോട്ടൊന്ന് നോക്കണം. i2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ്ട് ഈ ഒരു ഇക്വേഷനിൽ എന്നിന് എന്ത് കൊടുക്കണം? ഈ ഒരു ഇക്വേഷനിൽ എന്നിന് നിങ്ങൾ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. എന്നിന് 2 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ എന്തായിരുന്നു? in is equal to in - 1 × 3n/3n + 1. ഇനി 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? i2 = i2 - 1 × 3 × 2/3 × 2 + 1 എന്നും പറഞ്ഞു വരും അല്ലേ? ഇനി i1 ഒന്നും നോക്കാൻ പറഞ്ഞില്ല, i2 ആണ് ആദ്യം നോക്കാം. കാരണം i2 അല്ലേ കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? i2 - 1 എന്താ? ഇതെല്ലാം സഫിക്സിലാണേ, താഴെയാണ്.
അപ്പോൾ I2 - 1 എന്താ I1 കിട്ടും. 3 × 2 6, 3 × 2 + 1 എന്താ 7 അല്ലേ? 6 + 1 7. ദറ്റ് ഈസ് I1 × 6/7 എന്ന് പറഞ്ഞിട്ടും. ദറ്റ് ഈസ് നമുക്ക് I2 ഇപ്പോൾ എന്ത് കിട്ടി മക്കളെ? I2 നമുക്ക് എന്ത് കിട്ടി? I1 × 6/7 എന്താ 6I1/7. അപ്പോൾ I2 എന്ന് പറഞ്ഞാൽ എന്താ 6/7 × I1. അതായത് I1ൻ്റെ കൂടെ 6/7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് I2 കിട്ടും. അപ്പോൾ I2 കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആര് വേണോടെ? I2 കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആര് വേണം? I1 വേണം. അതായത് I2 എന്ന് പറയുന്നത് 6/7 × I1. അതായത് 6/7ൻ്റെ കൂടെ I1 കൂടെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ I2. അപ്പോൾ ആര് വേണം? I2 വേണം. അപ്പോൾ ഇനി അടുത്ത I2 ഇവാലുവേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞാൻ I1 ഇവാലുവേറ്റ് ചെയ്ത് വെച്ചത്. I1 ഇങ്ങനെ കിട്ടും ഈ ഇക്വേഷനിൽ. അതായത് ഈ ഒരു ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിക്കണം? എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. 1 കൊടുക്കുമ്പോൾ I1 = എന്ത് കിട്ടും? I1 - 1 × 3 × 1/3 × 1 + 1. ഓക്കെ. അപ്പോൾ I1 - 1 എന്താ 0. അപ്പോൾ ഈ ഐയുടെ സഫിക്സിൽ ഐയുടെ താഴെ നമുക്ക് എന്ത് കിട്ടും? 0. അതായത് I0 എന്ന് വായിക്കാം. I0 × 3 × 1 എന്താ 3. 3 × 1 + 1 എന്താ 4. ദറ്റ് ഈസ് 3/4 × I0. ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നോക്കി, നമുക്ക് എന്ത് വേണം? I2 വേണം. I2 എന്ന് പറയുന്നത് എന്താ? I2 എന്ന് പറയുന്നത് എന്താ? I2 എന്ന് പറയുന്നത് എന്താണ്? 6/7 × I1. ബട്ട് I1 ഒന്നുകൂടെ പറയാം. I2 ആണ് ആദ്യം കണ്ടുപിടിച്ചത്. ഇതാണ് I2 ആണ് ആദ്യം കണ്ടുപിടിച്ചത്. എങ്ങനെ കണ്ടുപിടിച്ചത്? അതുകൊണ്ട് എങ്ങനെ I2 കണ്ടുപിടിച്ചത്? I2 കണ്ടുപിടിച്ചത് ഈ ഒരു ഇക്വേഷനിൽ n 2 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ആര് കിട്ടി? I2 കിട്ടി. I2 ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതാണ് നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ സെയിം പ്രോബ്ലത്തിൽ. പക്ഷേ I2 കണ്ടുപിടിക്കണമെങ്കിൽ I1 വേണം. അപ്പോൾ ഈ സെയിം ഇക്വേഷനിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തപ്പോൾ I1 കിട്ടി. പക്ഷേ I1 കണ്ടുപിടിക്കണമെങ്കിൽ ആര് വരണം? I0 വരണം. മനസ്സിലായല്ലോ? I0 കൂടെ വരണം. അപ്പോൾ I0 കിട്ടിയാലേ I1 കിട്ടൂ. I1 കിട്ടിയെങ്കിലേ I2 കിട്ടൂ. അങ്ങനെയല്ലേ കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? I0 കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക I0 കണ്ടുപിടിക്കാനായിട്ട് മിസ് ആദ്യം പറഞ്ഞ ഇക്വേഷനിൽ എന്നിനങ്ങ് 0 കൊടുത്താൽ പോലെയെന്ന് നോക്കണം. പക്ഷെ അവിടാണ് ട്വിസ്റ്റ് വരുന്നത്. ഓക്കെ, അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് n പോസിറ്റീവാണ്. n പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്നിന് ഇവിടെ ഒരിക്കലും 0 കൊടുക്കാൻ പറ്റത്തില്ല. 0നേക്കാളും വലിയ നമ്പേഴ്സ് ഇവിടെ എന്നിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്നിന് 0 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ I0 കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും നോക്കൂ. I1 എന്താ 3/4 I0 ആണല്ലോ. അപ്പോൾ I0 കണ്ടുപിടിക്കാം. നമുക്ക് IN ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്താണ് നമുക്ക് IN എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മറ്റേ മെത്തേഡിൽ ഇപ്പം നമുക്ക് കിട്ടിയ റിലേഷൻ വെച്ചിട്ട് നമുക്ക് I0 ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം n പോസിറ്റീവാണ്. കാരണം എന്നിന് 0 കൊടുക്കാൻ പറ്റത്തില്ല. 0യേക്കാൾ വലിയ നമ്പേഴ്സേ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടെ I0 കണ്ടുപിടിക്കാൻ നമ്മളുടെ IN അങ്ങോട്ട് എടുക്കുക. നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താ? ഇന്റഗ്രൽ 0 to 1 1 - x³ whole raised to n dx. അപ്പോൾ അവിടെ എന്നിന് 0 കൊടുക്കുമ്പോൾ I0 = ഇന്റഗ്രൽ 0 to 1 1 - x³ whole raised to 0 dx. അല്ലേ? ഇനി നമ്പർ റേസ് ടു 0 എന്താ? 1 ആണ്. അപ്പോൾ 1 - x³ raised to 0 എന്ത് കിട്ടും? 1. അല്ലേ? ദറ്റ് ഈസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 - x³ raised to 0 1 കിട്ടും. ദറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 1 dx. ഇന്റഗ്രൽ 1 dx എന്താ? x. ഡെഫിനറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് ഫ്രം 0 to 1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0. 1 - 0 എന്ത് കിട്ടും? 1. അപ്പോൾ I0 കിട്ടി. I0 എന്താ മക്കളെ? 1. I1 എന്താ? 3/4 I0. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ എന്താ? 3/4 I0. I0 1 അല്ലേ? അപ്പോൾ 3/4 × 1 3/4. I2 അല്ലേ ഫൈനലായിട്ട് ക്വസ്റ്റിനെ കണ്ടുപിടിക്കാൻ പറയുന്നത്? I2 എന്താണ്? I2 എന്തായിരുന്നു മക്കളെ? ഇവിടെ നോക്കിയേ. I2 എന്തായിരുന്നു? I2 നമുക്ക് 6/7 × I1 ആയിരുന്നു. പക്ഷേ I1 എന്ന് പറയുന്നത് 3/4 I0 ആയിരുന്നു. അപ്പം അത് I1ൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ I2 എങ്ങനെ ചേഞ്ച് ചെയ്യും? 6/7 × 3/4 I0. അപ്പം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 2s are 6ഉം 2 2s are 4ഉം ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 × 3 9, 7 × 2 14. അതായത് 9/14 I0 എന്ന് പറഞ്ഞ് I2 കിട്ടും. അപ്പോൾ I0ൻ്റെ വാല്യൂ അറിയാം 1. അപ്പോൾ അതും കൂടെ കൊടുക്കുമ്പോൾ I2 എന്ത് കിട്ടും? ഓക്കെ, I2 എന്ത് കിട്ടും? 9/14 × I0 which is equal to എന്ന് കിട്ടും. I0 1 ആയതുകൊണ്ട് 9/14 × 1 = 9/14. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഇത് പഠിക്കണം. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഫോർമുല മനസ്സിലായല്ലോ. ഒരു കോംപ്ലിക്കേറ്റഡ് ഇൻ്റഗ്രലിനെ
നമ്മളെന്താ ഒരു സിംപിളർ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.